ആ ഇറങ്ങിക്കോ. വാ വാ ഇറങ്ങും. അൻമോളെ ടാറ്റ 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 ടാറ്റ. ആൻമോളെ, ആ മോക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ദീപങ്ങള്. കഴിഞ്ഞ വർഷം മോളുടെ ആദ്യ കുർബാനൊക്കെ ഒന്ന് ഓർമ്മയില്ലേ? ഇതാ മോളെ അന്ന് ഞാൻ എടുത്ത ഫോട്ടോ. മോള് മമ്മിയാണ് നോക്കുന്നത്. ഇതാ ഇപ്പൊ വരും. ഇതാ വീട് വരെ പോയതാണേ. ഐസ്ക്രീം ഐസ്ക്രീം ടോയ്ലറ്റ് പോവാനേ. ഐസ്ക്രീം ഐസ്ക്രീം. ആ 2 ഐസ്ക്രീം. 50. എത്രയാ? 50 രൂപ. ഐസ്ക്രീം ഐസ്ക്രീം. വേണ്ട അങ്കിൾ, അപരിചിതരോടൊന്നും വാങ്ങി കഴിക്കരുതെന്നാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഞാൻ അപരിചിതനല്ലല്ലോ, മോളുടെ പപ്പയുടെ കൂട്ടുകാരനല്ലേ. മോളാണോ ക്ലാസ്സിൽ ഫസ്റ്റ്? അല്ല, ശ്രീദേവിയാ. ആ ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റിനൊക്കെ ടോണിയോ ആവും. ആ. മോക്ക് പോലീസിനെ പേടിയാണോ? ഐ ഈയൊരു പെണ്ണിനെ കൊന്നില്ലേ, അതിന്റെ സാക്ഷി മോളല്ലേ? അപ്പൊ പോലീസ് മാമന്മാരൊന്നും മോളോട് ചോദിച്ചില്ലേ? അതിന്റെ പേടി മാറിയില്ലേ? ഇല്ല. ആ അതെന്താ അങ്ങനെ? മോളെ പേടിപ്പിച്ചോ? മോള് കണ്ടതല്ലേ പറഞ്ഞോളൂ. അത് ആ എന്നെ പേടിപ്പിച്ച് പറയിപ്പിച്ചതാ. മോളെന്തിനാ കരയുന്നത്? കരയണ്ട. ആ ആ മോളുടെ മമ്മി എത്തിയല്ലോ. ഇതാണോ അങ്കിളുടെ ആള്? ആ എന്താ മമ്മി? തലോടെന്ന് പറഞ്ഞപ്പോ ഇത്ര ഗംഭീരമായിരിക്കുമെന്ന് കരുതിയില്ല. കുഴപ്പമില്ല, ചേട്ടനടിച്ചോ. എന്നോട് സ്നേഹം കാണിച്ച ഒരു കുറവാ സാറേ. രാഘവൻ എന്നും 2ാം തരക്കാരനാ. അങ്ങനെ ഒന്നുമില്ല ചേട്ടാ. ഇപ്പൊ ഈ മോളുടെ കാര്യം ഓർത്തിട്ട് ചേട്ടന് ഓരോന്ന് തോന്നുന്നതാ. ഒരു തോന്നലാണല്ലോ സാറേ ജീവിതം. അന്ന് എനിക്കും തോന്നി ജീവിതം ശരിയാവുമെന്ന്. എന്നാൽ അതോടുകൂടി ഞാൻ തന്നെ വലിയൊരു തെറ്റായിപ്പോയി. ചേട്ടന് മോളുടെ കാര്യത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? സംശയമോ? എനിക്കൊന്നും അറിയത്തില്ല സാറേ. സാധാരണ രീതിയിൽ പെൺകുട്ടികൾക്ക് അച്ഛനോടല്ലേ കൂടുതൽ അടുപ്പം തോന്നാറ്, അതുകൊണ്ട് ചോദിച്ചതാ. ഏതച്ഛൻ? ദാനം കിട്ടിയതിൻ്റെ വില നോക്കേണ്ടതുണ്ടോ സാറേ? ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ രാത്രിയും നമ്മൾ കരുതും നേരം വിളക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. അന്ന് രാത്രി ഞാനും കരുതി എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ നേരം വെളുത്തപ്പോൾ അതേ പകൽ. ഇരുട്ടത്ത് നടന്നത് എപ്പോഴും കറുത്ത് തന്നെ ഇരിക്കും സാറേ. രാഘവ, ഇനി ഒന്നും ആലോചിക്കണ്ട. വത്സ അങ്ങ് കെട്ട്. എന്നാലും ഒരെന്നാലുമില്ല. അടുത്ത ക്യാബിനറ്റ് കഴിയുമ്പോൾ ഞാൻ മിനിസ്റ്ററാ. പിന്നെ നീ ആരാ? എടാ, ഇതൊക്കെ തൽക്കാലത്തേക്കുള്ളൊരു ഏർപ്പാടല്ലേ. വത്സ ഗർഭിണിയാണെന്ന് പുറം ലോകം അറിഞ്ഞ എൻ്റെ രാഘവ അറിയാലോ. പിന്നെ TP തീർന്നു. എടാ, എൻ്റെ പെങ്ങളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരും, സത്യം. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്കറിയാം. എനിക്ക് പേടിയാ സാറേ, എല്ലാവരെയും പേടിയാ. ചേട്ടൻ എന്തിനാ പേടിക്കണത്? സാറിനറിയില്ല അതിനുശേഷം ഞാൻ അനുഭവിച്ചത്. പാർട്ടി പ്രവർത്തകയുമായി അവിഹിത ബന്ധമെന്നൊരാരോപണം. അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നാട്ടുകാരുടെ മുമ്പിൽ അവളെ ഭാര്യയാക്കേണ്ടി വന്നു. അതോടെ ലീഡറുടെ മുമ്പിൽ പോകാൻ പറ്റാതായി. TPയുടെ വിടാതെയുള്ള ഉപദ്രവം. എനിക്ക് പേടിയാ സാറേ. TP എന്നെ കൊല്ലും. മരിക്കാൻ എനിക്ക് പേടിയാ. ചേട്ടൻ വിഷമിക്കാതിരിക്കേ. എല്ലാത്തിനും സമാധാനമല്ലേ? ആ ദേ ചേട്ടനുള്ള ആൾക്കാർ വന്നു. ആ സാർ, ഒരു പത്രക്കാരൻ പുറത്തു വന്ന് നിൽപ്പുണ്ട് സാർ. വരാൻ പറ. സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നോക്കടോ, താൻ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും ഊളത്തരാ. നിഷ കേസ് മര്യാദയ്ക്കല്ല അന്വേഷിക്കുന്നതെന്ന്, ഫാബ്രിക്കേറ്റഡ് ആണെന്നൊക്കെയല്ലേ താൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ സത്യമാണ് സാറേ. സത്യമാണെന്ന് താൻ പറഞ്ഞാൽ മതിയോ? എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊക്കെയാണ്.
എന്നാ പിന്നെ ഒരു പണി ചെയ്യാം. നാളെ മുതൽ എല്ലാ കേസുകളും പത്രക്കാരെ ഏൽപ്പിക്കാം. ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാലോ. അല്ലെങ്കിലും നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണല്ലോ. തന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു. ഒരു മാനേഴ്സ് ഇല്ലേ? അത് പറയണോ സാറേ? സന്ദർശകർക്ക് ഇരിക്കാനല്ലേ സർക്കാർ കാശ് കൊണ്ട് ഈ കസേര വന്നിട്ടേക്കണത്. എടോ, താൻ എന്നെ കലി പിടിപ്പിക്കരുത്. തൻ്റെ ID കാർഡ് കാണട്ടെ. എന്തേ, വിപ്ലവ നായികയുടെ പിറന്നാളുണ്ടാൻ പോകുന്നുണ്ടോ? വേണ്ട ഞാൻ കൊണ്ടുവന്നാക്കാം. പഴയ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. വേണ്ട, പോയ ആ പഴയ കാലം ഇനി തിരിച്ചു കിട്ടില്ലല്ലോ. എല്ലാവരും പല ഗ്രൂപ്പായില്ലേ. ഞങ്ങൾ കുറെ ആൾക്കാർ സ്വപ്നം കണ്ട ആ കമ്മ്യൂണിസം മരിച്ചു. ഓക്കെ, എങ്കിൽ സഖാവ് ഇവിടെ ഇരുന്ന് ഓർമ്മകൾ അയവറക്ക്. ഒന്ന് പോടായി പേസ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈകിളിയെ. നിന്നെ ഞാൻ ശരിയാണ്. ബാലേന്ദ്രൻ, സംശയാസ്പദമായി താങ്കളെ SP ടോം കസ്റ്റഡിയിലെടുത്താണ്. കുറ്റവാളി ആരെന്ന് തീർച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിലും താങ്കളല്ലെന്ന് ഞങ്ങളുടെ ടീം ഉറപ്പാക്കുന്നു. പറയൂ, എന്താണ് ബാലേന്ദ്ര യഥാർത്ഥത്തിൽ സംഭവിച്ചത്?